രണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമോ? നിങ്ങൾ വിചാരിക്കണ്ടോ ദൈവം അറിയാതെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എല്ലാം ദൈവം അറിയുന്നുണ്ട് അല്ലെ? നമ്മുടെ ജീവിതത്തെ ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സഹനം നമുക്ക് വരുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. സഹിക്കാൻ ആഗ്രഹമുള്ള കൈ ഉയർത്താമോ? സഹിക്കാൻ ആഗ്രഹമുള്ളവര് ദൈവം ഇത്രയും പേരുണ്ടോ? സാധാരണ ആരെയും കാണാത്തതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ സഹിക്കാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹനം ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ സഹിക്കാനായിട്ട് പറ്റണം. വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് പുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സഹനത്തെ പറ്റി പറഞ്ഞപ്പോഴേ കറണ്ട് പോയി. അപ്പൊ അതുകൊണ്ട് അത് ഒരു അർത്ഥമുണ്ട്. കറക്റ്റ് ഇത്രയും നേരം ഒരു പ്രശ്നമില്ലായിരുന്നു, സഹനത്തെ പറ്റി പറയാൻ തുടങ്ങി കറണ്ട് പോയി. അപ്പൊ അതുകൊണ്ട് ഇത് തണുപ്പുണ്ടോ നിങ്ങൾക്ക്? തണുപ്പുമില്ല ചൂടുമില്ലാത്ത മനുഷ്യരാണോ? വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് പുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ പല ചോദ്യങ്ങളുണ്ട് അല്ലെ? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ചോദ്യങ്ങളുണ്ട്. എന്തിനീ സഹനം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു? സഹനം എന്തുകൊണ്ട്? ചില കാര്യങ്ങൾ സഹിക്കാനായിട്ട് പറ്റിയല്ല. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ പറ്റി ഓർക്കുമ്പോൾ, ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ സഹനത്തിന് ഒരു അർത്ഥം തേടി പോകാന്ന് വെച്ചാൽ ഇതിന് ഉത്തരം കിട്ടുകയോ ഇല്ല. സഹനത്തിന്റെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. പക്ഷെ പലപ്പോഴും സഹനത്തിൽ നമുക്ക് ഉത്തരം കിട്ടാറില്ല. നിരപരാധികളായ ആളുകൾ മരിക്കാറുണ്ട് അല്ലെ? ചില ആളുകൾ ഇങ്ങനെ നടന്നു പോവാണ് റോട്ടിൽ കൂടെ. നല്ല പ്രാർത്ഥിക്കുന്ന ചേട്ടനാണ്, ചേച്ചിയാണ്, റോട്ടിൽ കൂടെ നടന്നു പോവാണ്, വണ്ടി ഇടിച്ച് മരിക്കുവാണ്. നിങ്ങൾ എന്ത് പറയും? പറയുന്നത്? കണ്ടോ ചേട്ടന്റെ ഒരു വിധി, എത്ര സഹനത്തിലൂടെയാണ് അവര് കടന്നു പോകുന്നത്. കുഞ്ഞു മക്കള് മരിക്കുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വീട്ടിലേക്ക് കഷ്ടകാലം നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് വരുമ്പം ഒന്നായിട്ട് വരൂല, ഇത് ഒരുമിച്ചൊറ്റ വരവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ തകർന്നു പോകുന്ന ജീവിതത്തിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പൊ ഇവിടെയെല്ലാം സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സഹനം നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ സഹനം നല്ലതാണ്. സഹനം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ സഹനം നല്ലതാണ്. വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കറുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. 1 പത്രോസ് 4:15 നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. അപ്പൊ അതുകൊണ്ട് ഈ കൊലപാതകികൾക്കും ദുഷ്കർമ്മികളും ഒക്കെ അത് കയ്യിരിപ്പാണ്. അപ്പൊ അത് ആ സഹനം എന്ന് പറയുന്നത് കയ്യിലിരിപ്പാണ്. അപ്പൊ അതുകൊണ്ട് അതല്ലാതെ ചില സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കും. വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കറുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചു തരുന്ന സഹനങ്ങൾ രക്ഷാകരമായി തീരും. ആ സഹനങ്ങൾക്കെല്ലാം ഒരർത്ഥമുണ്ട്. ആ സഹനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്ന സഹനങ്ങൾ രക്ഷാകരമായി തീരും. ജോബിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്, സഹനം എങ്ങനെ രക്ഷാകരമായി തീരുമെന്നാണ്. ജോബ് എന്തെങ്കിലും കുറ്റം ചെയ്തുകൊണ്ടാണോ സഹിച്ചത്? അങ്ങനെ വചനം പറയുന്നുണ്ടോ? ജോബ് ഈ കുറ്റം ചെയ്തതുകൊണ്ട് ജോബിന് ഈ സഹനങ്ങൾ വന്നു. ജോബ് നന്മകൾ മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ട് ദൈവം അവന്റെ ജീവിതത്തിലേക്ക് കൂടുതൽ ഐശ്വര്യം കൊടുക്കുകയാണ്, കൂടുതൽ നന്മ കൊടുക്കുകയാണ്. പക്ഷെ ഈ നന്മകൾ കൊടുത്തു കഴിയുന്ന ഒരു മൊമെന്റിൽ തിന്മയുടെ ശക്തിയാണ് ഈ മനുഷ്യനെ സഹനങ്ങൾക്ക് വിധേയനാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവന്റെ ജീവിതത്തിൽ ദൈവം സഹനം അനുവദിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു സമയം വരെ സഹനം അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ജോബിന്റെ സഹനം എന്തായി തീരുന്നുണ്ട്? രക്ഷാകരമായി തീരുന്നുണ്ട്. വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കറുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4:40 അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇതെപ്പ ചോദിച്ചാന്നറിയാമോ? നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇതെപ്പ ചോദിച്ചാന്നറിയാമോ?
കൊടുങ്കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ശിഷ്യന്മാർ നോക്കുമ്പോൾ കർത്താവിന്റെ കൂടെയാണ് അവരുള്ളത്. കർത്താവിന്റെ കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ നോക്കി കഴിയുമ്പം ഈശോ ഇങ്ങനെ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ശിഷ്യന്മാർക്ക് മനസ്സിലായി കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്, അവര് ആയിരിക്കുന്ന വഞ്ചി ഇങ്ങനെ ഇളകുകയാണ്, ഈ വഞ്ചി ഇങ്ങനെ കൊലുങ്ങുകയാണ്, അവർ തീർന്നു പോകാൻ ആരംഭിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. രക്ഷയില്ല, ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കറത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം ആർക്കുണ്ട്? ആർക്കുണ്ട്? ശിഷ്യന്മാർക്കുണ്ട്. ജോബിലേക്ക് എത്തിപ്പോയി. ശിഷ്യന്മാർക്കുണ്ട്. അപ്പോ ശിഷ്യന്മാർക്ക് ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം അല്ലെ, അവർ കാണുന്നുണ്ടോ? ഈശോയെ കാണുന്നുണ്ടോ? ഈ സഹനത്തിൽ അവർ ഈശോയെ കാണുന്നുണ്ട്. സഹനത്തിൽ ഈശോയെ അവർ കാണുന്നുണ്ട്. കാറ്റടിച്ച് വഞ്ചി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അവർ ഈശോയെ കാണുന്നുണ്ട്. പക്ഷെ ഈശോ ഒന്നും ചെയ്യുന്നില്ല. ഈശോ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇത് നശിക്കാൻ പോവാണ്, ജീവിതം തീരാൻ വേണ്ടി പോവുകയാണെന്ന് മനസ്സിലായപ്പോ എന്താ സംഭവിച്ചേ? അവര് നിലവിളിക്കുകയാണ്, ഈശോയെ ഞങ്ങൾ നശിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു നിലവിളിയുണ്ട് അല്ലെ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കും, ചില കോളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കും. നശിക്കാൻ പോവുകയാണെന്നുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കേണ്ട നാമം ഒരേ ഒരു നാമമാണ്. ആരുടെ നാമമാണ്? ഈശോയുടെ നാമം. അപ്പൊ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം ഈശോയുടെ ആ ഒരു ശക്തി ലഭിക്കും. കർത്താവ് അവരെ ശക്തിപ്പെടുത്തും. ശിഷ്യന്മാര് ഈശോയെ വിളിച്ച് അപേക്ഷിച്ചപ്പം ഈശോ എന്നാ ശരി വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇരുന്നോ? എന്നാ കുറച്ചും കൂടെ ശക്തി വിളിച്ചോ എന്ന് പറഞ്ഞിരുന്നോ? കാരണം എന്താ? അവരുടെ ശക്തി അത് മതിയായിരുന്നു. കാരണം എന്താ? മരിക്കാൻ പോകുമ്പോൾ ആ ഒരു ശക്തി ഉണ്ടല്ലോ, മരിക്കാൻ പോവാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശക്തിയോടെ വിളിക്കുകയല്ലേ, ആ ഒരു വിളിയായിരുന്നു അല്ലെ, അവസാനത്തെ വിളി, ഒടുക്കത്തെ വിളി എന്നൊക്കെ പറയും ശരിക്കും. അപ്പൊ ഈ ഒരു വിളിയിൽ കർത്താവ് അവരുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാറ്റുകളും കോളുകളും അടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ തോണി തകരാൻ പോകുവാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ തകരാൻ പോകുന്ന സമയത്തും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മളെ വഴി നടത്തും. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. വിശ്വാസമുള്ളവരെ ശക്തിയോടെ കരങ്ങളടിച്ച്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ആകുലതകൾ ഉണ്ടാകുമ്പം, സഹനങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോ നിങ്ങൾ അവിടെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ തളരാൻ പാടില്ല. നമ്മൾ അവിടെ ആരുടെ നാമം വിളിക്കണം? ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പറ്റിയുള്ള ബോധ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. സഹനം വരുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നുമോ? സഹനം ഇങ്ങനെ വരുന്നുണ്ട്, സഹനം ഇങ്ങനെ വന്നു, എന്നാ പിന്നെ ഒരു 5 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചേക്കാം, ഉപവസിച്ചേക്കാം എന്ന് ആർക്കെങ്കിലും തോന്നുമോ? സഹനം വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനും തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. സഹനം വരുമ്പം ഈ സഹനം എങ്ങനെയെങ്കിലും മാറിപ്പോയാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കും. വലതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുപുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കപ്പ് പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഒരു ചേച്ചി അച്ഛനെ കാണാൻ വേണ്ടി വന്നു. ചേച്ചി യുഎസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ആ ചേച്ചി ഒത്തിരി സഹനത്തിലൂടെ കടന്നുപോയ ഒരു ചേച്ചിയാണ്. അപ്പോ നല്ല പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയുടെ അരൂപി ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ വരികയാണ്. ലോകം നോക്കുമ്പോൾ സഹിക്കാൻ സാധിക്കാത്തത്ര ദുരിതങ്ങളാണ് വരുന്നത്. 20 വയസ്സുണ്ടായിരുന്ന ചേച്ചിയുടെ കൊച്ച് ക്യാൻസർ വന്ന് മരിച്ചു. നല്ല ദൈവഭക്തിയുള്ള, ദൈവ ഓർമ്മയുള്ള, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന, എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്ന, പ്രാർത്ഥിക്കുന്ന കുഞ്ഞ് സഹിച്ചാണ് മരിച്ചത്. വേദന പോലും ആ ക്യാൻസറിന്റെ അവസരത്തിൽ അത്ര വേദന പോലും സഹിക്കാൻ പറ്റാത്ത കരഞ്ഞ് ഈ അമ്മയുടെ കൂടെ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാണ് ഈ കുഞ്ഞ് മരിച്ചത്. ഈ കുഞ്ഞ് മരിച്ചപ്പോൾ ചേച്ചി വിചാരിച്ചു, സാരമില്ല, ദൈവം സഹനം തന്നതാണ്, ആ സഹനം നന്മയായി തീരും, ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ചേച്ചി വിചാരിച്ചു. 3 വർഷത്തോളം അടുത്തതായിട്ട് വന്ന ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് ക്യാൻസർ. പിന്നെയും ഈ 3 വർഷക്കാലം സഹനത്തിലൂടെ പോയി. ഈ ഒരു 40 ദിവസം മുമ്പ് ചേച്ചിയുടെ ഹസ്ബൻഡും മരിച്ചുപോയി. ആകെയുള്ളത് ഇനി ആരാണ്? ഒരു മോൻ ബാക്കിയുണ്ട്. എന്നിട്ട് എന്നോട് ചേച്ചി പറയണം, അച്ഛാ ഞാൻ ഇനി പ്രാർത്ഥിക്കുകയല്ല, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി, മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അവൾ മരിച്ചുപോയി. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി, ജീവൻ കിട്ടാൻ വേണ്ടി, തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഈ ഹസ്ബൻഡും മരിച്ചുപോയി. ഇനി ഞാൻ ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തുകയാണ്.
എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തുകയാണ്, പ്രാർത്ഥന ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് ഈ ചേച്ചി പറഞ്ഞു. കാരണം എന്താ, ആളുകളെല്ലാം പറയാൻ തുടങ്ങി, നല്ലോണം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സഹനം, നല്ലോണം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതം ദൈവം കാണുന്നില്ലേ, ദൈവം അറിയുന്നില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം ദൈവം കാണുന്നില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സഹനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകള്, മറ്റുള്ളവർ വിഷമിപ്പിക്കുന്നു, ഇങ്ങനെ പല രീതിയിലും അവര് ആ പ്രാർത്ഥനയുടെ ജീവിതത്തിലേക്ക് അവര് മാറി നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ട് അവരോട് ഞാൻ കുറച്ചു നേരം നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഞാനിനി പ്രാർത്ഥിച്ചോളാം, ഈശോയോട് പ്രാർത്ഥിച്ചോളാം. വലിയ ഒരു പ്രത്യാശ അവരുടെ ജീവിതത്തിന് കിട്ടി. വലതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കറുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പിശാച് നിങ്ങൾക്ക് തരുന്ന ചിന്തയാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആരുടെയും ജീവിതത്തിന് സഹനം ഉണ്ടാകുകയില്ല, വിഷമം ഉണ്ടാവുകയില്ല, വേദന ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ചിന്ത അത് ദൈവം തരുന്ന ചിന്തയല്ല, അത് പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇട്ടുതരുന്ന ചിന്തയാണ്. അതുകൊണ്ട് സഹനം വരുമ്പോൾ ആ സഹനം വെച്ച് തന്നെ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ പൈശാചിക ശക്തികൾ, തിന്മയുടെ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സഹനം വരുമ്പോൾ നിരവധി പേര് നമ്മളെ പരിഹസിക്കും. സഹനം വരുമ്പോൾ നിരവധി പേര് നമ്മളോട് ചോദ്യങ്ങൾ ഉയർത്തും. ദൈവത്തിൽ നിന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൽ സഹനം വന്ന പിന്നെ പറയേണ്ട കാര്യമില്ല. എല്ലാവരും കൂടെ വന്ന് നമ്മളെ ഒറ്റപ്പെടുത്തും, എല്ലാവരും വന്ന് നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മുടെ ജീവിതത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. നീ കൂടുതൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഈശോയോട് ചേർന്ന് നിന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ പരാജയത്തിലേക്ക് മറ്റുള്ളവര് നയിച്ചുകൊണ്ടിരിക്കും. വലതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നാൽ സഹനം ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം എന്താണ്, നമ്മുടെ ഈശോ എന്തോരം സഹിച്ചു. കർത്താവ് കാൽവരിക്കുന്നിൽ ബലിയായി തീരുന്നതിന് മുൻപ് വരെ, ഈശോയുടെ മരണം വരെ കർത്താവ് എന്തോരം സഹിച്ചു. 33 വർഷവും കർത്താവിന് സഹനമായിരുന്നു. 33 വർഷവും കർത്താവിന് സഹനമായിരുന്നെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജീവിതം എത്രമാത്രം സഹിക്കേണ്ടി വരും. വലതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സഹനം ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവേ ഇത് സഹിച്ചു നിൽക്കാനുള്ള കൃപ നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന അതായിരിക്കണം. പിന്നെ സഹനം വരുമ്പം കുറെ തരരുത് എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നോക്കിയിട്ട് അതാണ്, സഹനം കിട്ടണം. പക്ഷെ സഹനം വരുമ്പം അല്ലെ, ഒരു 100 കിലോ വെച്ച് ഒറ്റ അടി അടിക്കുന്നതും 10 കിലോ വെച്ച് ഒറ്റ അടി നമ്മളുടെ മുഖത്തിലേക്ക് അടിക്കുന്ന രണ്ടും വ്യത്യാസമുണ്ട് അല്ലെ. 10 കിലോ നമുക്ക് കുറച്ച് താങ്ങാനായിട്ട് പറ്റും, 100 കിലോ ഒറ്റയടിക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റിയില്ല. അത്ര വിഷമമാണ് സഹനം. അങ്ങനെ സഹനം വരും. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് സഹനം വരുമ്പോൾ അത് തന്നെ നമ്മുടെ ജീവിതത്തിനെ വിശുദ്ധീകരിക്കും, നമ്മുടെ നന്മയിലേക്ക് നയിക്കും, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കൃപകളിലേക്ക് നയിക്കും. സഹനം നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ വരെ പരിഹാരമായിട്ട് മാറും. വലതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകും. ഈ സഹനം നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ ഒരു ധ്യാന കേന്ദ്രം ഇവിടെ അടുത്തുള്ള എവിടെയുള്ള ധ്യാന കേന്ദ്രമാണ്. ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇതുപോലൊരു മഴക്കാലമാണ്, ജൂൺ മാസത്തിന്റെ ഇതുപോലൊരു മഴക്കാലം. ഈ മഴക്കാലത്ത് ഈ ധ്യാന കേന്ദ്രത്തിന്റെ 1 കോടി രൂപ വെച്ച് കെട്ടിയ മതിലങ്ങ് താഴേക്ക് അങ്ങനെ ഇടിഞ്ഞു പോകുന്നു. വലതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കറുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അത് ആൾക്കാർക്കൊക്കെ പറയാൻ അതൊരു കാരണമായി തീരുന്നു. ഇവിടെ എന്തോരം പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്, എന്തോരം ധ്യാനം നടത്തുന്ന സ്ഥലമാണ്, പക്ഷേ ഇതിന്റെ മതില് 1 കോടി രൂപയുടെ മതില് ഇടിഞ്ഞ് ഇങ്ങനെ താഴേക്ക് പോകുന്നു. അപ്പൊ ആ സ്ഥലത്ത് ഞാനുണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇവിടെ ഇത്രയേറെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ടല്ലോ, ഇത്രയേറെ ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഇവിടെ നിന്ന് വരുന്നു. എന്നിട്ട് ഈ ഒരു ധ്യാന കേന്ദ്രത്തിന് തന്നെ മതിൽ, വേറെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം ഓക്കെയാണ്, മഴ വന്ന് ബാക്കിയുള്ള ഏരിയകളെല്ലാം ഓക്കെയാണ്, ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ ഇങ്ങനെ ഒരു കാര്യം വന്നല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എവിടെയും സഹനം വരാം, എവിടെയും സഹനം വരാം. അപ്പൊ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് കൂടുതൽ ചിലപ്പം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, സഹനം കൂടുതൽ വരണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. സഹനത്തെ നേരിടാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വലതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരത്ത് പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പൊ ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇസ്രായേൽ ജനം ഒരുപാട് യാതനകൾ അനുഭവിച്ച ജനമാണ്. അപ്പൊ അത് പഴയ നിയമ കാലം തൊട്ട് ഇന്നോളം നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഈ ജനം ഒരുപാട് യാതനയിലൂടെ കടന്നു പോകുന്ന ഒരു ജനമാണ്. പ്രത്യേകിച്ച് ബാബിലോൺ ജനത ഇവരെ കീഴടക്കിയ ഒരു സമയം BC 597 മുതൽ 538 വരെയുള്ള സമയങ്ങള്, ആ ഒരു സമയം ബാബിലോൺ വിപ്രവാസം എന്ന് പറയും. അങ്ങനെ ഈ ബാബിലോൺ ജനത ഇവരെ കീഴടക്കിയ ഒരു സമയം, ഒരുപാട് സഹനങ്ങളിലൂടെ ഈ ജനത കടന്നുപോയി, ഒരുപാട് വേദനകളിലൂടെ ഇവര് കടന്നുപോയി. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്. വചനം പറയുകയാണ്, ഞാൻ ജനതകൾക്ക് പരിഹാസ പാത്രമായി, ഞാൻ ജനതകൾക്ക്, ഇസ്രായേൽ ജനതകൾക്ക് പരിഹാസപാത്രമായി, ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ച് പാടുന്നു. അതായത് ഇസ്രായേൽ ജനത ഈ ബാബിലോൺ ജനതയുടെ അടിമത്തത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ബാബിലോൺകാർ ഇസ്രായേൽ ജനതയെ പരിഹസിച്ചുകൊണ്ട് പാട്ടുവരെ പാടാനായിട്ട് തുടങ്ങി. അവിടെ തന്നെ കയ്പ് കൊണ്ട് നിറച്ചു, അവിടെ തന്നെ കാഞ്ഞിരം കൊണ്ട് മത്തു പിടിപ്പിച്ചു. വചനം പറയുകയാണ്, അവിടെ തന്നെ കയ്പ് കൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്തു പിടിപ്പിച്ചു. കാഞ്ഞിരത്തിന്റെ രുചി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? സാധ്യതയില്ല. വലതുർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതങ്ങ് നമുക്കൊന്ന് പറയാൻ പറ്റിയല്ല, അത്രമാത്രം കൈപ്പേറിയ ജീവിത അനുഭവമാണ്. അപ്പൊ ഇങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം ഇങ്ങനെ കൈപ്പേറിയ ജീവിതമാണ്. കല്ലു ചവച്ച് പല്ലു പൊടിയാനും ചാരം തിന്നാനും എനിക്ക് ഇടവരുത്തി. കല്ല് ചവച്ച് പല്ലു പൊടിയാനും ചാരം തിന്നാനും അവിടുന്ന് ഇടവരുത്തി. കുടിക്കാനൊന്നുമില്ല, ഭക്ഷിക്കാനൊന്നുമില്ല, അവരൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ നരകയാതനയിലൂടെ ഈ ജനം കടന്നു പോവുകയാണ്. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. അപ്പൊ ഈ ഒരു ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ഒരു പ്രാർത്ഥനയല്ല, സന്തോഷത്തോടെ ആനന്ദത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ ശക്തി പോവുകയാണ്. ഈ ചിന്തിച്ച് അവരുടെ ജീവിതം അവർക്ക് തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ അങ്ങനെ ഈ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് യാതനകൾ വരുന്നുണ്ട്, ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ വരുന്നുണ്ട്. ഭക്ഷണം പോലും അവർക്ക് കഴിക്കാനില്ല. അവരുടെ ജീവിതം ഒരുപാട് പ്രതിസന്ധികളിലേക്ക് പോവുകയാണ്. ആരും രക്ഷിക്കാനില്ല എന്ന ചിന്ത ഇസ്രായേൽ ജനത്തിന് വരികയാണ്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം പറയുകയാണ്, കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു. എന്റെ ജനത്തിന്റെ പുത്രിയുടെ വിനാശത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. അതായത് ഭക്ഷണമില്ലാത്തത് കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു വേവിക്കേണ്ട ഗതികേട് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ജനത്തിന് വരികയാണ്. അപ്പൊ ദൈവം എല്ലാ സമയവും കൂടെ ഉണ്ടായിരുന്നു എന്ന് അഭിമാനിച്ചിരുന്ന ഒരു ജനത, ദൈവത്തിന്റെ ഹിതം ജീവിതത്തിൽ നിറവേറുമെന്ന് ആലോചിച്ചിരുന്ന ഒരു ജനത, എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിരുന്ന ഒരു ജനതയുടെ അവസ്ഥ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ആ ജനതയുടെ അവസ്ഥ തീർന്നു പോകുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അവരുടെ മാതാക്കള് അവരുടെ സ്വന്തം മക്കളെ ഭക്ഷിക്കേണ്ട അവസ്ഥ ഈ ജനതയുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഈ ജനതയുടെ ജീവിതത്തിൽ അവർ വേദനകൾ അനുഭവിക്കുമ്പോൾ അവരുടെ ജീവിതം അവർ തകർന്നു പോകുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 137:1 ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞാൻ കരഞ്ഞു. അപ്പൊ കണ്ണീരിന്റെ അവസ്ഥ ഈ ജനത നേരിടുകയാണ്. കൈപ്പേറിയ ജീവിതാവസ്ഥ അവര് നേരിടുകയാണ്. അപ്പൊ ഈ ബാബിലോൺ വിപ്രവാസ കാലത്ത് ഈ ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇസ്രായേലരുടെ ജീവിത ശൈലി തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവരുടെ സംസ്കാരം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവരുടെ ഏകദൈവ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈവൻ അവരുടെ പേര് പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാനിയേലിന്റെ പേരവര് മാറ്റുകയാണ്. ദാനിയേലിനെ ബൽത്തേശാസർ എന്നും ഹനനിയായ ശദ്രാഖ് എന്നും മിഷായേലിനെ മെഷാഖ് എന്നും അസറിയായ അബ്നെഗോഗ് എന്നും അവർ വിളിച്ചു. സ്വന്തം പേര് പോലും മാറിപ്പോകുന്ന ഒരവസ്ഥ ഈ ജനത്തിന്റെ ജീവിതത്തിൽ വരികയാണ്. വലതുരുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുരുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരത്ത് പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ജനം മുഴുവനും ഇങ്ങനെ സഹനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, അവർ സഹിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അവർ ഈ സഹനത്തെ പറ്റി ഓർത്ത് അവര് വിലപിച്ചു. ഒരുപാട് സഹനങ്ങളിലൂടെ അവർ കടന്നുപോയി. ഈ ഇസ്രായേൽ ജനത്തിന്റെ സഹനം മറ്റൊരു വ്യക്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരിലാണ്? ഈശോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയുടെ 33 വർഷത്തെ ജീവിതം നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനം എത്രമാത്രം സഹിച്ചോ അത്രമാത്രം ഈശോയുടെ ജീവിതത്തിൽ ഈശോയും സഹിക്കുന്നുണ്ട്. വലതുരത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുരത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരം പറഞ്ഞേ ഹല്ലേലൂയ. ഇസ്രായേലിനുണ്ടായിരുന്ന അതേ അനുഭവം കർത്താവിന്റെ ജീവിതത്തിൽ വരികയാണ്. ഈശോ ഓടി നടക്കുന്നില്ല, പ്രവാസിയായി കർത്താവ് ജനിച്ച സമയം മുതൽ ഓടി നടക്കുകയാണ്. ജന്മസ്ഥലം പോലും കർത്താവിന് കിട്ടിയില്ല. വീണ്ടും നമ്മൾ പോകുമ്പോൾ പല സ്ഥലത്തു നിന്നും കളിയാക്കലുകൾ ഈശോ നേരിടേണ്ടി വരികയാണ്. അധികാരികൾ കർത്താവിനെ വിസ്മരിക്കുകയാണ്. ശിഷ്യന്മാർ കർത്താവിനെ ഉറ്റുകൊടുക്കുകയാണ്. ശിഷ്യന്മാർ ഈശോയെ തള്ളി പറയുകയാണ്. ഈശോ വിലപിക്കുകയാണ്. ഈശോ കരയുകയാണ്. എല്ലാം ജനത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടും സ്വന്തം ജീവൻ പോലും കൊടുക്കേണ്ട ആ ഒരു വലിയ അവസ്ഥ കർത്താവ് നേരിടുകയാണ്. സഹനത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ. അവസാനം കുരിശിന്റെ മുകളിൽ പേര് വരെ മാറി. യൂതന്മാരുടെ രാജാവായ നസ്രായേൽ എന്ന പേര് പോലും കർത്താവിന് മാറ്റപ്പെടുകയാണ്. രക്ഷകൻ എന്ന പേരിൽ നിന്ന് ആ ഒരു ജനത മറ്റൊരു പേര് കൊടുക്കുകയാണ്. ഈശോയിൽ ഇങ്ങനെ ഈ സഹനത്തിന്റെ അവസ്ഥയെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലതുരത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുരത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കറുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ പഴയ ഇസ്രായേൽ ജീവിതത്തിന്റെ ചരിത്രത്തിൽ അവര് സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയി. പുതിയ ആദമായ ഈശോ വേദനയുടെയും സഹനങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളാരാണ്? പുതിയ ഇസ്രായേലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. വലതുരത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുരത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിക്കുമ്പോൾ കർത്താവിനെ പോലെ നമ്മൾ സഹിക്കണം. ചിലപ്പോൾ നമ്മൾ അറിയാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. നമ്മൾ അറിയാത്ത വേദനകളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നമ്മുടെ സൽപ്പേര് നമുക്ക് ചിലപ്പം നഷ്ടപ്പെട്ടു പോകും. മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തും, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിന് ഒരു വിലയിടും. പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒറ്റപ്പെടലിലൂടെയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരാൾ മാത്രമേ നമുക്ക് ആശ്വാസമായിട്ടുള്ളൂ. ആരാണ്? ഈശോ മാത്രം എപ്പോഴും നമ്മുടെ കൂടെ. സഹനം വരുമ്പോൾ നിങ്ങൾ ഓർത്തോ, എല്ലാവരും ഇട്ടിട്ട് പോകും കേട്ടോ. ആരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സഹനം വരുമ്പോൾ ഉണ്ടാവില്ല. ആരും നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് സഹനം വരുമ്പോൾ ഉണ്ടാവില്ല. എല്ലാവരും ഇഷ്ടപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവഗണിക്കപ്പെടും, നമ്മൾ ഒറ്റപ്പെടും. സ്വന്തമെന്ന് കരുതി നമ്മൾ കരുതിയ ആളുകളെല്ലാം നമ്മുടെ അവസ്ഥ കാണുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തോട്ട് വരികയില്ല. പുറത്തോട്ട് പറഞ്ഞേ ഹല്ലേലൂയ, അടുത്തോട്ട് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ സഹനത്തിലൂടെ കടന്നുപോയ അവസ്ഥയെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ദൈവമേ, ആരും കൂടെ ഇല്ലല്ലോ എന്ന് ഞാൻ പോലും ഓർത്തു പോയിട്ടുണ്ട്. ഒരു മനുഷ്യനും കൂടെ ഉണ്ടാവും, എല്ലാവരും മാറിപ്പോയി, എല്ലാവരും വഴിമാറും. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊന്ന് നേരെ നോക്കും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സഹായത്തിന് ഒരു നല്ല വാക്ക് പറയാൻ പോലും വരികയില്ല. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുരത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കറുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കൂടെ അടുത്തുള്ളവരെയൊക്കെ നോക്കി വെച്ചു. അവരൊക്കെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ഇപ്പൊ കൂടെ അടുത്തിരിക്കുന്ന ആൾക്കാരാകട്ടെ, തൊട്ടടുത്തിരിക്കുന്ന സിസ്റ്റേഴ്സൊക്കെ മാറും കേട്ടോ. നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല, അച്ഛന്മാരെയും വിശ്വസിക്കാൻ പാടില്ല. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്താണ്? മനുഷ്യരെല്ലാവരും മാറും, ഒരാൾ മാത്രമേ മാറ്റം വരാത്തതേയുള്ളൂ. ഈശോ മിശിഹ മാത്രം. കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഈശോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ദൈവം സഹനത്തിൽ നമുക്ക് എപ്പോഴും കൂട്ടായിരിക്കും. സഹനത്തിൽ നമുക്ക് ദൈവം. ഇപ്പൊ ആരുമില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വിലപിക്കരുത്. ഞാൻ ഒറ്റയാണല്ലോ എന്നോർത്ത് വിലപിക്കരുത്. ഒത്തിരി വേദനയുണ്ടല്ലോ എന്ന് ഓർത്ത് വിലപിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്തിനാണ് ഈ ദുരിതം എല്ലാം കൂടെ എന്റെ ജീവിതത്തിലേക്ക് തരുന്നതെന്ന് ഓർത്ത് വിലപിക്കാനായിട്ട് പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ദൈവം തന്ന സഹനം ദൈവത്തോടുകൂടെ ഞാൻ ഏറ്റെടുക്കും. എൻ്റെ സഹനം രക്ഷാകരമായി തീരും. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും രക്ഷാകരമായി തീരുമെന്ന് പറഞ്ഞ് നമ്മൾ ആശ്വാസം കണ്ടെത്തണം. ഈശോയിൽ ആശ്വാസം കണ്ടെത്തണം. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുരത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കറുത്ത് പറഞ്ഞേ ഹല്ലേലൂയ.
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന ഒരു മഹത്വമുണ്ട്. അത് ഈ ലോകത്തിലുള്ള ഒരു മഹത്വമല്ല. നമുക്ക് വെളിപ്പെടാൻ അത് പോകുന്നേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. അപ്പൊ ആ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എന്താണ് നിസ്സാരമാണ്, ഒന്നും സാരമല്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില കഷ്ടപ്പാടുകളുണ്ട്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ആ എല്ലാ കഷ്ടപ്പാടും അത് നിസ്സാരമാണെന്നാണ് പറയുന്നത്. അതായത് ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ഇന്നത്തെ എന്നതിന്റെ ഗ്രീക്ക് വേർഡ്, ആ ഒരു ഗ്രീക്ക് വേർഡ് ഉദ്ദേശിക്കുന്നത് ആ ഒരു മൊമെന്റിൽ, ആ ഒരു സമയത്തുള്ള കഷ്ടതയല്ല കേട്ടോ, ആ ഒരു ഡ്യൂറേഷനുള്ള കഷ്ടതയാണ്. തുടക്കം മുതൽ അവസാനം വരെയുള്ള കഷ്ടത. അതായത് നമ്മൾ ജനിക്കുന്ന മുതൽ മരണം വരെയുള്ള കഷ്ടതയാണ്. പോയിന്റ് അല്ല, ഒരു ചെറിയൊരു കഷ്ടതയെ നോക്കി അത് നിസ്സാരമാണെന്നല്ല. തുടക്കം മുതൽ അവസാനം വരെയുള്ള കഷ്ടത, ആ കഷ്ടതയാണ് ബൈബിള് ഇന്നത്തെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കഷ്ടതകൾ അത് നിസ്സാരമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വർഗം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നവരാണ്. കർത്താവിന്റെ ആ ഒരു ഉത്ഥാനത്തിൽ പങ്കുചേരാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് സന്തോഷിച്ച് യാത്ര ചെയ്യുന്നവരാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ എല്ലാവരുടെയും യാത്രകൾ. അവിടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ചേർത്ത് പിടിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ കഷ്ടതയെല്ലാം നിസ്സാരം. അപ്പൊ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയുമ്പോഴാണ് ശരിക്കും ഈ ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, അടുത്തടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ വ്യക്തിക്ക് അത് മനസ്സിലാകും. ഈ സഹനത്തിൽ പിടിച്ചു നിൽക്കണം, അതിന് പ്രാർത്ഥന വേണം, അതിന് ഈശോയോട് ചേർന്ന് നിൽക്കണം, ഉണ്ണീശോയോട് പ്രാർത്ഥിക്കണം, നൊവേന കൂടണം, ജപമാല ചൊല്ലണം, കുർബാനയിൽ പങ്കെടുക്കണം. അപ്പൊ ഇങ്ങനെ സഹനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥനയുടെ ശക്തി ആവശ്യമാണ്. അപ്പൊ സഹനത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ, പ്രിയപ്പെട്ടവരെ, ഈ സഹനം അത് രക്ഷാകരമായി മാറും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ സഹനം രക്ഷാകരമായി മാറണം. കാരണം തമ്പുരാൻ ആരെയും ഉപേക്ഷിക്കുകയില്ല. തമ്പുരാൻ ആരെയും ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ സഹനം ദൈവം ഒരിക്കലും തരികയില്ല നിങ്ങളുടെ ജീവിതത്തില്. പക്ഷേ ആർക്ക് തരാൻ പറ്റും? പിശാചിന് നിങ്ങളെ തകർക്കാനായിട്ടുള്ള സഹനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വലതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഇടതുവശത്ത് പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് തരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, വിശ്വസിക്കാൻ വേണ്ടി മാത്രം നമ്മൾ അത്ഭുതങ്ങൾ കാണാനും അടയാളങ്ങൾ കാണാനും മാത്രമുള്ള കൃപയല്ല നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയുള്ള കൃപയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്? വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, സഹിക്കാൻ വേണ്ടിയുള്ള കൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സഹിക്കാൻ വേണ്ടിയുള്ള എന്ത് ലഭിച്ചിരിക്കുന്നു? കൃപ ലഭിച്ചിരിക്കുന്നു. ഈ കൃപ നമ്മൾക്ക് വേണം. സഹനം രക്ഷാകരമായി തീരണമെങ്കിൽ ദൈവകൃപ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറയണം. ഈ നമ്മൾ പ്രാർത്ഥിച്ച് ഈശോയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ കുർബാനയിലൂടെ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെ, നൊവേനയിലൂടെ, ആരാധനയിലൂടെ എല്ലാം ഈ ദൈവകൃപ നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹനത്തിന്റെ ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും.